ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സൃഷ്ടിച്ച ദുരന്തത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിൽ. 7 ദിവസമായിട്ടും റോഡ്, വൈദ്യുതി, കുടിവെള്ളം എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാത്തത് പ്രദേശവാസികളുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. രാജഗിരി ജോസ്ഗിരി പൊതുമരാമത്ത് റോഡിന്റെ പല ഭാഗങ്ങളും മണ്ണിടിഞ്ഞു തകർന്നതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു. KSRTC ബസ്സുകൾ രാജഗിരി വരെ മാത്രം സർവീസ് നടത്തി മടങ്ങുകയാണ്. റോഡിൽ കൂറ്റൻ പാറകളും മരങ്ങളും മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും അപകടകരമാണ്. ജോസ്ഗിരി പള്ളിയിലേക്ക് പോലും ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. മണ്ണിടിച്ചിലിൽ ഹൈടെൻഷൻ വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ മണ്ണിനടിയിലായതോടെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. വൈദ്യുതി ഇല്ലാത്തതിനാൽ കുടിവെള്ള പദ്ധതികളുടെ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാനാകാതെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. മഴവെള്ളം ശേഖരിച്ചാണ് പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. എന്നാൽ ചില ഭാഗത്ത് ഇന്നലെ രാത്രിയോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. മൊബൈൽ ഫോണുകളും എമർജൻസി ലൈറ്റുകളും ചാർജ് ചെയ്യാൻ കഴിയാത്തതിനാൽ ആശയവിനിമയവും പ്രതിസന്ധിയിലായി. ജോസ്ഗിരി UP സ്കൂളിലേക്ക് അധ്യാപകർക്കും ജീവനക്കാർക്കും എത്താനാകുന്നില്ല. ജോസ്ഗിരിയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. പ്രളയമുണ്ടായതിനു ശേഷം 3-ാം ദിവസമാണ് വാർഡംഗം ഷൈമ തച്ചുകുന്നേലിന് സ്വന്തം വീട്ടിലെത്താൻ കഴിഞ്ഞത്. കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഉരുൾപൊട്ടൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വീടുകൾ അടക്കം പൂർണ്ണമായിട്ട് മൊത്തം നശിച്ചു പോയൊരവസ്ഥയിലാണ്. ആ മണ്ണ് വന്ന് ഇരിക്കുന്ന സ്ഥലം, അതാ മണ്ണ് മാറുമ്പോഴത്തേക്ക് ആ വീട് പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അതുപോലെ നമ്മുടെ ഈ വാർഡിന്റെ വിവിധ സ്ഥലത്ത് ഫുള്ള് ജോസ്ഗിരി എന്ന് പറയുന്നൊരു പ്രദേശം ഫുള്ളായിട്ട് ഒറ്റപ്പെട്ടു പോയി. 5 വഴികളാണ് നമുക്ക് ജോസ്ഗിരി എത്തപ്പെടാനുണ്ടായിരുന്നത്. ആ 5 വഴികളും അടഞ്ഞു പോയൊരവസ്ഥയിലായിരുന്നു. അപ്പം PW റോഡായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു 3-4 ദിവസം കൂടെ താമസമുണ്ട്. അവിടെ മണ്ണ് മാറ്റി കറണ്ട് ഇതുവഴി കൊണ്ടുപോകാനായിട്ട് ഇപ്പം എത്രയും പെട്ടെന്ന് KSB ഇടപെട്ട് പഞ്ചായത്ത് ഇടപെട്ട് നമുക്ക് താബോർ വഴി കറണ്ട് എത്തിക്കാനുള്ള പരിപാടി അവർ നോക്കുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. അതിനൊരു 5 പോസ്റ്റും കൂടെ കുഴിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കറണ്ട് എത്തിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മുടെ പഞ്ചായത്ത്, ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് 9-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ചേക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് എവിടെന്നെങ്കിലും തന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പൂർവ്വസ്ഥിതിയിൽ ഏകദേശം മനുഷ്യർക്കൊന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥിതി ആവുള്ളൂ. അതുപോലെ കുറേ സ്ഥലങ്ങൾ, ഒരു 10-20 ഏക്കർ സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒലിച്ചു പോയേക്കുവാണ്. അപ്പം അവർക്ക് കൃഷി ചെയ്തിട്ടാണേലും ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കട്ടപ്പള്ളി വഴിയാണെങ്കിൽ റോഡ് പൂർണ്ണമായിട്ടും പോയേക്കുക. റോഡിന്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തേക്കുന്ന അടിയെല്ലാം വിണ്ടുപോയേക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതെല്ലാം ഏകദേശം ഒന്ന് ക്രമീകരിച്ച് വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും. ഏറ്റവും പെട്ടെന്ന് കറണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് കറണ്ടിന്റെ പണി നടത്തുന്നുണ്ട്. പഞ്ചായത്ത് ഇടപെട്ട് അന്നേരം തന്നെ JCBകൾ വിട്ടിട്ടുണ്ട്. PWD റോഡിൽ 2 JCB അപ്പുറം ഇപ്പുറം പണി എടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്താൻ എല്ലാവരുടെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൊണ്ട് നമ്മളോട് ചേർന്ന് നിൽപ്പുണ്ട്. എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ. ഇതാണ്. ഈ റോഡ് തീരണമെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഏകദേശം മണ്ണൊന്നും മാറ്റി തീർക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വലിയ നമ്മുടെ ആ കോറേന്ന് വീണ കല്ലിനെ കഴിഞ്ഞും വലിയൊരു കല്ലാണ് ഇവിടെ വീണ് കിടക്കുന്നത്. അത് പൊട്ടിച്ച് മാറ്റി എന്നാൽ മാത്രമേ ആ മണ്ണ് മാറ്റാൻ പറ്റത്തുള്ളൂ. പ്രദേശത്തിന്റെ യഥാർത്ഥ സ്ഥിതി നേരിൽ കണ്ട ശേഷമാണ് അധികൃതരുടെ ശ്രദ്ധയിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതേസമയം രാജഗിരിക്കും ജോസ്ഗിരിക്കുമിടയിലെ തോട്ടുചാലിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ നീക്കാൻ JCB ഉപയോഗിച്ച് പ്രവർത്തനം തുടരുകയാണ്. റോഡിൽ വീണുകിടക്കുന്ന കൂറ്റൻ പാറകൾ ജാക്ക് ഹാമർ ഉപയോഗിച്ച് പൊട്ടിച്ചു നീക്കുന്നു. മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ദുരിതത്തിലായ ജോസ്ഗിരിയിലേക്ക് ഗതാഗതവും വൈദ്യുതിയും കുടിവെള്ള വിതരണവും അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.